ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ, തിരുവനന്തപുരത്തെയും ആലപ്പുഴയിലെയും അവസ്ഥ നമ്മൾ കണ്ടു. പാലക്കാട് എന്താണ് സ്ഥിതി? അവിടെയുള്ള സ്റ്റോറുകളിലേക്ക് ആളുകൾ എത്തുന്നുണ്ടോ? അതോ ഇപ്പോൾ ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ സബ്സിഡി സാധനങ്ങൾ വന്നതായി അറിയില്ല, അതല്ലെങ്കിൽ ഇപ്പോഴും ക്ഷാമത്തിലാണോ എന്ന സംശയം, ഇതൊക്കെ ആളുകളെ അകറ്റുന്നുണ്ടോ ഈ സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്ന്? വിനീത, ആലപ്പുഴയിലുള്ള സമാന സാഹചര്യം തന്നെയാണ് പാലക്കാട്ടെ സപ്ലൈകോ സ്റ്റോറുകളിലുമുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഈ സപ്ലൈകോ സ്റ്റോറിലാണ്. പീപ്പിൾ ബസാറാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ വിലവരെ പട്ടികയും കാര്യങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിലെല്ലാം എല്ലാ സബ്സിഡി ഐറ്റങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സപ്ലൈകോയിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ പീപ്പിൾ ബസാറിലേക്ക് എത്തിയാൽ മാത്രമാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ന കാര്യം ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു തിരക്ക് കുറവ് ഇവിടെ വലിയ രീതിയിൽ പ്രകടവുമാണ്. വളരെ കുറവ് ആളുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ സപ്ലൈകോയിലുള്ളത്. ഏതായാലും നിരവധി ആളുകൾ ഇവിടേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്സിഡി സാധനങ്ങളും കിട്ടിയോ? കുറച്ച് കിട്ടി. ഏതൊക്കെ കിട്ടാത്തത് ഒന്നുമില്ല. ഇവിടെ സാധനങ്ങളൊക്കെ തിരിച്ചു വന്നു എന്നുള്ളത് എപ്പോഴാണ്? ഇപ്പൊ വന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. സാധനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ മല്ലിയില്ല, ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. വെളിച്ചെണ്ണ ഉണ്ട്, സബ്സിഡി, പിന്നെ പയറ്, കടല, പഞ്ചസാര, തോരപ്പരിപ്പ് എല്ലാം കിട്ടി. അതൊക്കെ കിട്ടി. മുമ്പ് ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പിന്നെ ഒരു വരവ് ഇങ്ങോട്ട് കുറഞ്ഞില്ല. ഇപ്പൊ വന്നിട്ട് കുറേ, അല്ലെങ്കിൽ എപ്പോഴും വരുന്നതാണ്. വെറുതെ ഒന്ന് വന്ന് നോക്കിയത്. എന്തായാലും ഇവിടെ വർക്ക് കഴിഞ്ഞ് ഇവിടെ സ്റ്റേഡിയാണ് ഇറങ്ങുക. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയത്. എന്താണ് എല്ലാ സബ്സിഡി ഐറ്റം എല്ലാം കിട്ടി? അപ്പോൾ വേണ്ടത് കിട്ടിയിട്ടുണ്ട്, ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്, ആവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. മുമ്പ് ഇടയ്ക്ക് ഇവിടെ സാധനങ്ങൾ കുറഞ്ഞപ്പോൾ ഒരു വരവ് കുറഞ്ഞു അല്ലേ? ഇല്ലില്ല. വരലുണ്ടായിരുന്നോ? ഇവിടെ തന്നെ വാങ്ങല്, സപ്ലൈക്ക് തന്നെ വാങ്ങല്. എല്ലാം കിട്ടിയോ? എല്ലാ സബ്സിഡി ഐറ്റം കിട്ടിയോ? മല്ലി മാത്രം കിട്ടിയില്ല, ബാക്കിയെല്ലാം ഇതിന് മുമ്പ് ഇവിടെ തന്നെയാണ് ഈ സപ്ലൈ തന്നെ വന്ന് വാങ്ങിക്കും. മാസങ്ങളൊക്കെ സബ്സിഡിക്ക് വില കൂടുതലാണ്. ചെറിയ രീതിക്കൊന്നും വില കൂടിയിട്ടുണ്ട് തോന്നുന്നു. വെളിച്ചെണ്ണ വില കൂടിയിട്ടുണ്ട് തോന്നുന്നു. പുറത്തെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. കുഴപ്പമില്ല, ലാഭമാണ്. ഇതാണ് ഇവിടെയുള്ള പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഈ വരിയിൽ കാണുന്ന 4-5 കസ്റ്റമർമാർ മാത്രമാണ് ഈ സപ്ലൈകോയിലുള്ളത്. ബാക്കി ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ ശൂന്യം എന്ന് തന്നെ പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇവിടെ എല്ലാ സബ്സിഡി ഐറ്റംസും ഉണ്ട്. അതല്ലാതെ എല്ലാ സാധനങ്ങളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. മുഴുവനും റാക്കുകളിലും എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിരിക്കുന്നു. പക്ഷേ വാങ്ങാൻ ആളുകൾ എത്തി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഉപഭോക്താക്കളോട് അവർക്ക് ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കണം. അവിടെ സാധനങ്ങളൊക്കെ തന്നെ ഫിൽഡ് ആണ്. ആ റാക്കുകളിലൊക്കെ തന്നെ നമ്മൾ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ, സബ്സിഡി വിലയ്ക്കുള്ള സാധനങ്ങൾ ഉൾപ്പെടെ കാണുന്നുണ്ട് അല്ലേ ഇക്ബാൽ?